ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. എറണാകുളം സെന്റ് തെരേസസ് കോളേജിലെ ജൂബിലി ആഘോഷങ്ങളിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുക്കുന്നു. കൊച്ചിയിൽ സുരക്ഷ ശക്തമാക്കി. കേന്ദ്ര സർക്കാർ ജോലിയിൽ പ്രവേശിച്ചവർ അവരുടെ മികവും ആത്മവിശ്വാസവും രാജ്യത്തിനു വേണ്ടി ഉപയോഗിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 51,000-ലധികം ഉദ്യോഗാർത്ഥികൾക്ക് പ്രധാനമന്ത്രി നിയമന പത്രങ്ങൾ വിതരണം ചെയ്തു. രാജ്യത്തെ നിയമനങ്ങൾ റോസ്ഗാർ മേളയിലൂടെ സുതാര്യമായതായി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. രാഷ്ട്ര നിർമ്മാണത്തിനുള്ള ഒരു അവസരമാണ് സർക്കാർ സേവനമെന്ന് കേന്ദ്ര സഹമന്ത്രി വി സോമണ്ണ. കേരളത്തിലെ ഊർജ്ജ മേഖലയെ വിശ്വസനീയവും സുസ്ഥിരവുമായി നിലനിർത്തുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മുന്നേറ്റം തുടർന്ന് തിരുവനന്തപുരം ജില്ല. തൃശൂർ 2ാം സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ കേരള പര്യടനം തുടരുന്നു. എറണാകുളം സെന്റ് തെരേസസ് കോളേജിലെ ജൂബിലി ആഘോഷങ്ങളിൽ രാഷ്ട്രപതി ഇപ്പോൾ പങ്കെടുക്കുകയാണ്. പരിപാടിയിൽ പങ്കെടുത്ത ശേഷം രാഷ്ട്രപതി ഇന്ന് ഡൽഹിയിലേക്ക് തിരിക്കും. രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചിയിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. ഉച്ചയ്ക്ക് 2 മണിവരെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറേറ്റ് പരിധിയിൽ ഗതാഗത നിയന്ത്രണവും ഡ്രോൺ പറത്തുന്നതിന് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാഷ്ട്രപതിയുടെ വാഹനവ്യൂഹം കടന്നുപോകുന്ന വഴിയിൽ ഗതാഗത തടസ്സമുണ്ടാക്കുന്ന രീതിയിലുള്ള വാഹന പാർക്കിംഗ് പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. ഇന്നലെ തിരുവനന്തപുരത്തും കോട്ടയത്തും വിവിധ പരിപാടികളിൽ രാഷ്ട്രപതി പങ്കെടുത്തിരുന്നു. കേന്ദ്ര സർക്കാർ ജോലിയിൽ പ്രവേശിച്ചവർ അവരുടെ മികവും ആത്മവിശ്വാസവും രാജ്യത്തിനു വേണ്ടി ഉപയോഗിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതിലൂടെ അവരുടെ വിജയം വ്യക്തിഗതം മാത്രമല്ല സമൂഹത്തിന് വേണ്ടിയുള്ളതായി മാറുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. റോസ്ഗാർ മേളയുടെ 17ാം പതിപ്പിൽ 51,000-ലധികം ഉദ്യോഗാർത്ഥികൾക്ക് നിയമന പത്രങ്ങൾ ഓൺലൈനായി വിതരണം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. आपका ये उत्साह, परिश्रम करने की आपकी क्षमता, इसके साथ जब देश के लिए कुछ कर गुजरने का जज्बा जुड़ेगा तो आपकी ये सफलता देश की सफलता बन जाएगी. आज आपको केवल सरकारी नियुक्ति नहीं मिली है, आपको राष्ट्र सेवा में सक्रिय योगदान देने का अवसर मिला है. നിയമനം ലഭിച്ച യുവാക്കൾക്ക് അവരുടെ സ്വപ്ന സാഫല്യം മാത്രമല്ല മറിച്ച് രാജ്യത്തെ അഭിവൃദ്ധിയിലേക്ക് എത്തിക്കുന്നതിനുള്ള അവസരമാണ് ലഭിച്ചതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തുടനീളമുള്ള 40 ഇടങ്ങളിലായാണ് ഇന്ന് മേള നടന്നത്. റോസ്ഗാർ മേളയുടെ ഭാഗമായി തപാൽ വകുപ്പ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച തൊഴിൽ മേള കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ നിയമനങ്ങൾ റോസ്ഗാർ മേളയിലൂടെ സുതാര്യമായതായി കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. ഓരോ കുടുംബത്തിന്റെയും വ്യക്തിയുടെയും വരുമാനം വർദ്ധിച്ചാൽ മാത്രമേ ഇന്ത്യയെ 2047 വികസിത രാജ്യമാക്കി മാറ്റാൻ സാധിക്കൂ എന്നും അദ്ദേഹം പറഞ്ഞു. ഈ വികസിത യാത്രയിൽ, വികസനത്തിന് വേണ്ടിയുള്ള യാത്രയിൽ എല്ലാവരുടെയും പങ്ക് വളരെ പ്രധാനപ്പെട്ടു. ഒരു വ്യക്തിയുടെ വരുമാനം വർദ്ധിക്കുന്ന അവസരത്തിൽ അതിന്റെ സംഭാവന എന്ന് പറയുന്നത് ഉൽപാദനം വർദ്ധിക്കുകയും അതനുസരിച്ച് തൊഴിലവസരങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ഓരോ കുടുംബത്തിലേക്കും ഡെവലപ്മെന്റ് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഭാരതം പൂർണ്ണമായിട്ടുള്ള ഒരു വികസിത രാജ്യമായിട്ട് മാറുകയുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾക്ക് കിട്ടുന്ന ഈ ജോലി അത് കുടുംബത്തിന് വേണ്ടി, അതിലൂടെ രാഷ്ട്രത്തിന്. കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 2 വർഷം കൊണ്ട് 10 ലക്ഷം പേർക്ക് നിയമനം നൽകിയതായും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. രാഷ്ട്ര നിർമ്മാണത്തിനുള്ള അവസരമാണ് സർക്കാർ സേവനമെന്ന് കേന്ദ്ര സഹമന്ത്രി വി സോമണ്ണ. കേന്ദ്ര സർക്കാർ കൂടുതൽ തൊഴിലവസരങ്ങൾ മാത്രമല്ല വ്യാപാരം നടത്തുന്നതിനുള്ള ആവാസ വ്യവസ്ഥ കൂടി സൃഷ്ടിക്കുന്നതായും കോഴിക്കോട് CWRDMൽ സംഘടിപ്പിച്ച റോസ്ഗാർ മേളയിൽ അദ്ദേഹം പറഞ്ഞു. 2047 വികസിത ഭാരതമാക്കാനുള്ള ലക്ഷ്യത്തിലാണ് കേന്ദ്ര സർക്കാരെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ നെറ്റ് സീറോ ഊർജ്ജ പരിവർത്തനവുമായി യോജിക്കുന്ന രീതിയിൽ കേരളത്തിലെ ഊർജ്ജ മേഖലയെ വിശ്വസനീയവും സുസ്ഥിരവും ഉപഭോക്തൃ കേന്ദ്രീകൃതവുമായി നിലനിർത്തുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. മലമ്പുഴയിൽ ഊർജ്ജ വകുപ്പ് സംഘടിപ്പിക്കുന്ന വിഷൻ 2031 സെമിനാറിൽ കരട് നയരേഖ അവതരിപ്പിക്കുകയായിരുന്നു അദ്ദേഹം. വൈദ്യുതി കേവലം സൌകര്യം മാത്രമല്ല പുരോഗതിയുടെയും വ്യവസായ വളർച്ചയുടെയും അടിസ്ഥാനമാണെന്നും മന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 127ാം പതിപ്പ് മറ്റന്നാൾ. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഇന്നുവരെ പങ്കുവയ്ക്കാം. ആന്ധ്രാപ്രദേശിലുണ്ടായ ബസ് അപകടത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ദുഃഖം രേഖപ്പെടുത്തി. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. 40ഓളം പേരാണ് ബസ്സിലുണ്ടായിരുന്നത്. 15 പേർ ചികിത്സയിലാണ്.
സംസ്ഥാന സഹകരണ യൂണിയൻ കേരളയുടെ തിരുവനന്തപുരം ഊറ്റുകുഴിയിലുള്ള നവീകരിച്ച ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വി എൻ വാസവൻ ഇന്ന് നിർവഹിക്കും. സംസ്ഥാന സഹകരണ യൂണിയൻ ഭരണസമിതി അംഗങ്ങൾ, സഹകാരികൾ, സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിലെയും കർണാടകയിലെയും കാലാവസ്ഥാ പ്രവചനം കൂടുതൽ കൃത്യമാക്കാൻ നിർണായകമാകുന്ന കാലാവസ്ഥാ റഡാറുകൾ വയനാട്ടിലൊരുങ്ങുന്നു. 100 കിലോമീറ്റർ നിരീക്ഷണമുള്ള എക്സ് ബാൻഡ് ഡോപ്ലർ റഡാറാണ് സ്ഥാപിക്കുന്നത്. ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് തയ്യാറാക്കിയ റിപ്പോർട്ട്. വയനാട്ടിൽ പുൽപ്പള്ളി പഴശ്ശിരാജ കോളേജിന് സമീപമാണ് റഡാർ സ്ഥാപിക്കുന്നത്. മഴ, ഇടിമിന്നൽ, ചുഴലിക്കാറ്റ് തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങളുടെ പ്രവചനം റഡാർ ഉപയോഗിച്ച് സാധ്യമാകും. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലും ഇതിന്റെ സേവനം ലഭ്യമാകും. ബംഗളൂരിൽ നിന്നാണ് ഉപകരണങ്ങൾ കൊണ്ടുവരിക. നിലവിൽ കൊച്ചിയിലും തിരുവനന്തപുരത്തുമായിരുന്നു കാലാവസ്ഥ റഡാർ സംവിധാനമുള്ളത്. രാജ്യത്ത് നിലവിൽ വന്ന GST പരിഷ്കരണങ്ങൾ കാർഷിക മേഖലയ്ക്ക് ഏറെ ഗുണകരമാകുന്നതായി കേന്ദ്ര സർക്കാർ. വിവിധ കാർഷിക ഉപകരണങ്ങളുടെ GST 12-ൽ നിന്നും 5% കുറച്ചത് കർഷകർക്ക് ആശ്വാസമേകുന്നു. ജൈവ കീടനാശിനികൾ, വളങ്ങൾ എന്നിവയുടെ GST നിരക്കും കുറച്ചിട്ടുണ്ട്. കാസർഗോഡ് മൂളിയാർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ കാനത്തൂർ വടക്കേക്കര ഉന്നതിയിൽ 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയായി. അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കിയ പദ്ധതികളുടെ പൂർത്തീകരണ ഉദ്ഘാടനം ഈ മാസം 28-ന് മന്ത്രി OR കേളു നിർവഹിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി P ജഗന്നിവാസൻ. 35ഓളം കുടുംബങ്ങൾ അധിവസിക്കുന്ന കാസർഗോഡ് കാനത്തൂർ വടക്കേക്കര ഉന്നതിയെ 2021-22 സാമ്പത്തിക വർഷത്തിലാണ് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്. 14 വീടുകളുടെ പുനരുദ്ധാരണം, ഇന്റേണൽ കോൺക്രീറ്റ് റോഡ് നിർമ്മാണം, സോളാർ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കൽ തുടങ്ങിയവയും നടപ്പാക്കി. ഈ പദ്ധതി ഗ്രാമീണ വികസനത്തിനും പിന്നോക്ക വിഭാഗങ്ങളുടെ ഉയർച്ചയ്ക്കും ഒരു മാതൃകയായി മാറുകയാണ്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം ജില്ല കുതിപ്പ് തുടരുന്നു. 1010 പോയിന്റുമായാണ് തലസ്ഥാന ജില്ല ഒന്നാം സ്ഥാനത്ത് തുടരുന്നത്. 114 സ്വർണം, 85 വെള്ളി, 112 വെങ്കലം എന്നിങ്ങനെയാണ് തിരുവനന്തപുരത്തിന്റെ നേട്ടം. 474 പോയിന്റുമായി തൃശൂർ രണ്ടാമതും 443 പോയിന്റുമായി കണ്ണൂർ മൂന്നാമതുമാണ്. 423 പോയിന്റുമായി എറണാകുളം നാലാമതുണ്ട്. ഗെയിംസിലും നീന്തലിലും തിരുവനന്തപുരമാണ് മുന്നിൽ. ICC വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തി ഇന്ത്യ സെമിയിൽ പ്രവേശിച്ചു. ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ദക്ഷിണാഫ്രിക്ക എന്നിവയാണ് സെമിയിൽ പ്രവേശിച്ച മറ്റ് ടീമുകൾ. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ശ്രീലങ്ക പാകിസ്ഥാനെ നേരിടും. വൈകിട്ട് 3 മണിക്ക് കൊളംബോയിലെ R പ്രേമദാസ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ന് ഐക്യരാഷ്ട്രസഭാ ദിനം. 1945 ഒക്ടോബർ 24-നാണ് ഐക്യരാഷ്ട്രസഭ ചാർട്ടറിലൂടെ ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നത്. 1948 മുതൽ ഈ ദിനം ഐക്യരാഷ്ട്രസഭാ ദിനമായി ആചരിക്കുന്നു. വിദ്യാഭ്യാസം ഭാവിയെ രൂപപ്പെടുത്തുന്നു എന്നതാണ് ഇത്തവണത്തെ ദിനാചരണ പ്രമേയം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 172 പോയിന്റ് നഷ്ടത്തിൽ 84,384-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 50 പോയിന്റ് കുറഞ്ഞ് 25,842-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ വർധന. സ്വർണ്ണം ഗ്രാമിന് 35 രൂപ ഉയർന്ന് 11,500 രൂപയും പവന് 280 രൂപ കൂടി 92,000 രൂപയുമാണ് ഇന്നത്തെ വില. യുവമോർച്ച സെക്രട്ടേറിയറ്റ് ഉപരോധത്തിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ഇന്ന് വൈകുന്നേരം 5 മണി മുതൽ നാളെ ഉപരോധം അവസാനിക്കുന്നതുവരെയാണ് നിയന്ത്രണം. സ്റ്റാച്യു ഭാഗം വഴി കടന്നുപോകുന്ന വാഹനങ്ങൾക്കാണ് നിയന്ത്രണം. പ്രധാന റോഡുകളിൽ വാഹന പാർക്കിംഗും നിരോധിച്ചിട്ടുണ്ട്. ട്രാഫിക് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്കായി 0471 2558731 എന്ന നമ്പറിലോ 9447930055 എന്ന നമ്പറിലോ വിളിക്കാം. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്കായി കണ്ണൂർ ഏഴോം ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിച്ച ഭവന സമുച്ചയം ഇന്ന് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്യും. ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലെ 24 പട്ടികജാതി കുടുംബങ്ങൾക്കാണ് ആനുകൂല്യം ലഭിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. എറണാകുളം സെന്റ് തെരേസസ് കോളേജിലെ ജൂബിലി ആഘോഷങ്ങളിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുക്കുന്നു. കൊച്ചിയിൽ സുരക്ഷ ശക്തമാക്കി. കേന്ദ്ര സർക്കാർ ജോലിയിൽ പ്രവേശിച്ചവർ അവരുടെ മികവും ആത്മവിശ്വാസവും രാജ്യത്തിനു വേണ്ടി ഉപയോഗിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 50,000-ലധികം ഉദ്യോഗാർത്ഥികൾക്ക് പ്രധാനമന്ത്രി നിയമന പത്രങ്ങൾ വിതരണം ചെയ്തു. രാജ്യത്തെ നിയമനങ്ങൾ റോസ്ഗാർ മേളയിലൂടെ സുതാര്യമായതായി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. രാഷ്ട്രനിർമ്മാണത്തിനുള്ള ഒരു അവസരമാണ് സർക്കാർ സേവനമെന്ന് കേന്ദ്ര സഹമന്ത്രി വി സോമണ്ണ. കേരളത്തിലെ ഊർജ്ജ മേഖലയെ വിശ്വസനീയവും സുസ്ഥിരവുമായി നിലനിർത്തുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി.
കേരളത്തിൽ ശക്തമായ മഴ തുടരും. 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മുന്നേറ്റം തുടർന്ന് തിരുവനന്തപുരം ജില്ല. തൃശൂർ 2ാം സ്ഥാനത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.